അടുത്തതായി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫോർത്ത് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് മോഡൽ സ്പ്ലിറ്റ് മോഡൽസ്. വാട്ട് ഈസ് മോഡൽ സ്പ്ലിറ്റ്? ആ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ട്രിപ്സിനെ സ്പ്ലിറ്റ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ ട്രിപ്സിനെ സ്പ്ലിറ്റ് ചെയ്യുക, അങ്ങനെ ഉള്ള മോഡൽ, അതാണ് മോഡൽ സ്പ്ലിറ്റ്. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പേഴ്സൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ട്രിപ്സ് യൂസിങ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് ട്രിപ്സ് യൂസിങ് പ്രൈവറ്റ് വെഹിക്കിൾ സിസ്റ്റം. ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സിനെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വഴിയുള്ള ട്രിപ്സ് എത്രയാണ്, അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് കാർ അല്ലെങ്കിൽ പ്രൈവറ്റ് വെഹിക്കിൾ വഴിയുള്ള ട്രിപ്സ് എത്രയാണ് എന്ന് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റം, അതാണ് മോഡൽ സ്പ്ലിറ്റ് മോഡൽസ്. ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് പേഴ്സൺസ് ട്രിപ്സ് ബൈ ദ മോഡ് ഓഫ് ട്രാവൽ. മോഡ് ഓഫ് ട്രാവൽ, രണ്ട് മോഡ് ഓഫ് ട്രാവൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. എയ്തർ ത്രൂ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓർ ത്രൂ പ്രൈവറ്റ് വെഹിക്കിൾസ്. യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് ഫ്രാക്ഷൻ, റേഷ്യോ ഓർ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ്. അതായത് ഇത് എപ്പോഴും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പബ്ലിക് വെഹിക്കിൾ ട്രാൻസ്പോർട്ട് ട്രിപ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ്. അതിൻ്റെ ഫ്രാക്ഷനായിട്ടോ റേഷ്യോ ആയിട്ടോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആയിട്ടോ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അതിൻ്റെ എപ്പോഴും ഡിനോമിനേറ്ററിൽ ഉണ്ടായിരിക്കുക ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ആയിരിക്കും. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ മോഡൽ സ്പ്ലിറ്റ് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ത്രൂ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ബൈ ദാറ്റ് പേഴ്സൺ. ഇനി പ്രൈവറ്റ് കാർ യൂസിങ് ട്രിപ്സ് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് യൂസിങ് പ്രൈവറ്റ് കാർ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ടേക്കൺ ബൈ ദാറ്റ് പേഴ്സൺ. ഇങ്ങനെ അത് ഫ്രാക്ഷനായിട്ടോ റേഷ്യോ ആയിട്ടോ പെർസെൻറ്റേജ് ആയിട്ടോ എക്സ്പ്രസ് ചെയ്യാം. ഇൻ ജനറൽ, മോഡൽ സ്പ്ലിറ്റ് റെഫേഴ്സ് ടു ദ ട്രിപ്സ് മെയ്ഡ് ബൈ പ്രൈവറ്റ് കാർ ആസ് ഓപ്പോസിറ്റ് ടു പബ്ലിക് ട്രാൻസ്പോർട്ട്. അതായത് വിത്ത് റെസ്പെക്ട് ടു പബ്ലിക് ട്രാൻസ്പോർട്ട് എത്രയാണ് അല്ലെങ്കിൽ എത്രത്തോളം പ്രൈവറ്റ് കാർസിൻ്റെ യൂസേജ് നടക്കുന്നുണ്ട്, ആസ് ഓപ്പോസിറ്റ് ടു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം യൂസ് ചെയ്യാണ്ട് എത്രത്തോളം അധികം പ്രൈവറ്റ് കാർസിൻ്റെ യൂസ് നടക്കുന്നുണ്ട് ട്രിപ്പിന് വേണ്ടി എന്നുള്ളത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ജനറൽ എക്സ്പ്രഷനാണ് ഈ മോഡൽ സ്പ്ലിറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് മോഡൽ സ്പ്ലിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? അതിന് നമുക്ക് മെയിനായിട്ട് 4ആയിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രിപ്പ്. സെക്കൻഡ് വൺ, ഹൗസ് ഹോൾഡ് ക്യാരക്ടറിസ്റ്റിക്സ്. തേർഡ് വൺ, സോണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ആൻഡ് ഫോർത്ത് വൺ, നെറ്റ്വർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. എന്തൊക്കെയാണ് ഈ ഓരോന്നെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രിപ്പ്. അതിൽ ഫസ്റ്റ് വരുന്നത് ട്രിപ്പിൻ്റെ പർപ്പസ്. ട്രിപ്പിൻ്റെ പർപ്പസ് അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡ് ഓഫ് വെഹിക്കിൾ മാറിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചിൽഡ്രൻ സ്കൂളിലേക്ക് പോവാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നടക്കേണ്ട കാര്യമാണ്. അപ്പോൾ പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ, റീച്ചിങ് ദ സ്കൂളാണെന്ന് വിചാരിക്കാം. അപ്പോൾ എല്ലാ ദിവസവും നടക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് വെഹിക്കിൾസ് വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സ്കൂൾ കുറേ ദൂരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നും പ്രൈവറ്റ് വെഹിക്കിൾ വഴി പോകാമെന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്റ്റുഡൻസ് നോർമലി യൂസ് ചെയ്യുന്നതായിരിക്കും പബ്ലിക് ട്രാൻസ്പോർട്ടായിരിക്കും. ഇനി പർപ്പസ് നമുക്ക് ഷോപ്പിംഗ് ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ നിന്ന് ഷോപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യില്ല. കാരണം ഷോപ്പ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, ബസ്സോ ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുക പ്രൈവറ്റ് വെഹിക്കിൾ ആയിരിക്കും. അപ്പോൾ ട്രിപ്പിൻ്റെ പർപ്പസ് അനുസരിച്ച് നമ്മൾ മോഡ് ഓഫ് ട്രിപ്പ് വാരി ചെയ്യുന്നുണ്ട്. പിന്നെ ട്രിപ്പിൻ്റെ ലെങ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. അതായത് നമ്മുടെ ഹോമും നമ്മുടെ ട്രിപ്പ് അട്രാക്ഷൻ സോൺ, അതായത് ഏത് ഷോപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലവും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ്, അതിനെയാണ് ട്രിപ്പ് ലെങ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അതെങ്ങനെയാണ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഡിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദൂരെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും അധികവും പ്രിഫർ ചെയ്യുക പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിരിക്കും, എയ്തർ ബസ് ഓർ ട്രെയിൻ, അല്ലേ. ഇനി വളരെ അടുത്താണ് നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും പ്രൈവറ്റ് കാർ അല്ലെങ്കിൽ പ്രൈവറ്റ്
വെഹിക്കിൾസ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ആ രീതിയിലാണ് ട്രിപ്പിൻ്റെ ലെങ്ത്ത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ടുള്ളത് ഹൗസ് ഹോൾഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഇൻകം. ഒരു ഫാമിലിക്ക് ഹൈ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് പ്രൈവറ്റ് വെഹിക്കിൾസിൻ്റെ ഓണർഷിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പ്രൈവറ്റ് വെഹിക്കിൾസ് ആയിരിക്കും. എന്നാൽ ഇൻകം കുറഞ്ഞിട്ടുള്ള ആളുകളാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവർ യൂസ് ചെയ്യുന്നത് എപ്പോഴും, കാരണം അവർക്ക് പ്രൈവറ്റായിട്ട് വെഹിക്കിൾസ് ഉണ്ടായിക്കോണമെന്നില്ല, അപ്പോൾ അവർ കൂടുതലായിട്ടും അഡോപ്റ്റ് ചെയ്യുക പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിരിക്കും. പിന്നെ കാർ ഓണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻകത്തിൻ്റെ തന്നെ ഒരു എഫക്റ്റ് ആയിരിക്കും. കാരണം ഇൻകം ആൻഡ് കാർ ഓണർഷിപ്പ് ഇൻ്റർ റിലേറ്റഡ് ആണ്. ഇൻകം കൂടിയ ആളുകൾക്ക് അവരുടേതായിട്ടുള്ള കാറും മറ്റ് വെഹിക്കിൾസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരത് യൂസ് ചെയ്യും. അല്ലെങ്കിൽ കാർ ഓണർഷിപ്പ് ഉള്ള ആളുകൾ കൂടുതലായിട്ടും അവരുടെ ആ പ്രൈവറ്റ് വെഹിക്കിളായിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഫാമിലി സൈസ് ആൻഡ് കോമ്പോസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പേഴ്സൺ ഇൻ ഫാമിലി, നമ്പർ ഓഫ് സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ, നമ്പർ ഓഫ് വേജ് ഏണേഴ്സ്, നമ്പർ ഓഫ് അൺഎംപ്ലോയിഡ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ മോഡും ചേഞ്ച് ആവുന്നുണ്ട്. അത്രയാണ് ഹൗസ് ഹോൾഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് സോണൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ ഫസ്റ്റ് വൺ റെസിഡൻഷ്യൽ ഡെൻസിറ്റി. ഇപ്പോൾ ഒരു സോണിൽ റെസിഡൻഷ്യൽ ഡെൻസിറ്റി കൂടുതലാണെന്ന് വിചാരിക്കാം. അതായത് അവിടെ അതായത് ആളുകൾ തിങ്ങിപ്പാർക്കാണ്, ഒരു ഏരിയ ഉണ്ട്, അവിടെ റെസിഡൻഷ്യൽ ഡെൻസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ നോർമലി നമുക്കറിയാം കുറച്ച് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഒരു ഏരിയയിൽ തിങ്ങിപ്പാർക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ചേരി പോലെയുള്ള സ്ഥലങ്ങളൊക്കെ, ചേരി തന്നെ ആവണമെന്നില്ല, നമ്മൾ കുറച്ച് പൂറായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും കുറച്ച് തിങ്ങി പാർക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരം ഏരിയയിൽ റെസിഡൻഷ്യൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അത്തരം ആളുകൾ എന്തായിരിക്കും എപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുക. അതുമാത്രമല്ല അത്തരം റൂട്ടുകളിൽ നമ്മൾ കൂടുതലായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് നമ്മുടെ ഗവൺമെൻറ്. കാരണം ആ ആളുകൾ മുഴുവൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ആശ്രയിക്കുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ ആകുമ്പോൾ ആ ഭാഗത്തേക്കുള്ള ബസ് റൂട്ടുകളും അല്ലെങ്കിൽ പബ്ലിക് വെഹിക്കിൾസിൻ്റെ എണ്ണവും കൂട്ടാറുണ്ട്. അപ്പോൾ റെസിഡൻഷ്യൽ ഡെൻസിറ്റി കൂടുന്ന സമയത്ത് അവിടെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുക. എന്നാൽ റെസിഡൻഷ്യൽ ഡെൻസിറ്റി കുറഞ്ഞ ഏരിയാസ്, അതായത് കൂടുതൽ എക്കണോമിക്കലി ഫോർവേഡ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് നോർമലി അവരുടേതായ പ്രൈവറ്റ് വെഹിക്കിൾസ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ആ പോർഷനിൽ അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് കുറവായിരിക്കും. അവിടുത്തെ ആളുകൾ യൂസ് ചെയ്യുന്ന മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പ്രൈവറ്റ് വെഹിക്കിളായിരിക്കും. പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് വർക്കേഴ്സ്, അതായത് ഒരു സോണിൽ വർക്കിന് പോകുന്ന അല്ലെങ്കിൽ ഏത് വർക്ക് ആയിക്കോട്ടെ ആ രീതിയിലുള്ള തൊഴിലാളികളുടെയൊക്കെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിരിക്കും. പിന്നെ അതുപോലെ ഡിസ്റ്റൻസ് ഫ്രം സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ്, അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ടൗണിൻ്റെ സെൻട്രൽ പോർഷൻ, ആ പോർഷനിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി അവിടേക്കുള്ള ഡിസ്റ്റൻസ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ട്രാഫിക് യൂസ് ചെയ്യും. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നെറ്റ്വർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ആക്സസിബിലിറ്റി റേഷ്യോ ആണ്. മെഷർ ഓഫ് റിലേറ്റീവ് ആക്സസിബിലിറ്റി ഓഫ് ദാറ്റ് സോൺ to all other zones by means of mass transit network and highway network. അതായത് ഒരു സോണിൽ നിന്ന് മറ്റൊരു സോണിലേക്കുള്ള ആക്സസിബിലിറ്റീൻ്റെ റിലേറ്റീവ് മെഷറാണ് ആക്സസിബിലിറ്റി റേഷ്യോ. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴിയും അതുപോലെ തന്നെ പ്രൈവറ്റ് വെഹിക്കിൾസ് വഴിയും എങ്ങനെയാണോ ഒരു സോണിൽ നിന്ന് മറ്റൊരു സോണിലേക്കുള്ള ആക്സസിബിലിറ്റി നിർണ്ണയിക്കുന്നത്, അതിൻ്റെ ഒരു റിലേറ്റീവ് മെഷറാണ് ആക്സസിബിലിറ്റി റേഷ്യോ. ആക്സസിബിലിറ്റി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആക്സസിബിലിറ്റി റേഷ്യോ AR ഈക്വൽ ടു ആക്സസിബിലിറ്റി ബൈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഡിവൈഡഡ് ബൈ ആക്സസിബിലിറ്റി ബൈ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട്. അതാണ് ഒന്നാമത്തെ നെറ്റ്വർക്ക് ക്യാരക്ടറിസ്റ്റിക്. രണ്ടാമത്തത് ട്രാവൽ ടൈം റേഷ്യോ. ട്രാവൽ ടൈം റേഷ്യോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഷ്യോ ഓഫ് ട്രാവൽ ടൈം ബൈ പബ്ലിക് ട്രാൻസ്പോർട്ട് ആൻഡ് ട്രാവൽ ടൈം ബൈ പ്രൈവറ്റ് കാർ ഗീവ്സ് എ മെഷർ ഓഫ് അട്രാക്റ്റീവ്നെസ് ഓർ അതർവൈസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. അതായത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ്
അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രാവൽ ടൈം ഡിവൈഡഡ് ബൈ ട്രാവൽ ടൈം ബൈ പ്രൈവറ്റ് കാർ. ഇത് ഒരു റേഷ്യോ ആണ്. ഈ റേഷ്യോ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ റേഷ്യോ വലുതാണെന്നുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിന് എടുക്കുന്ന ടൈം കൂടുതലായിരിക്കില്ലേ. കാരണം റേഷ്യോ ഓഫ് ടൈം ഫോർ പബ്ലിക് ട്രാൻസ്പോർട്ട് ഡിവൈഡഡ് ബൈ ടൈം ഫോർ പ്രൈവറ്റ് കാർ ട്രാൻസ്പോർട്ട്. അതായത് നമുക്ക് ഒരു പോയിന്റിൽ നിന്ന്, ഒരു സോണിൽ നിന്ന് മറ്റൊരു സോണിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് എടുക്കുന്ന ടൈം ഡിവൈഡഡ് ബൈ അതേ സോണിൽ നിന്ന് മറ്റൊരു സോണിലേക്ക് പ്രൈവറ്റ് കാർ വഴി സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം. അതാണ്. അപ്പോൾ ആ റേഷ്യോ കൂടുതലാണെന്ന് വിചാരിക്കാം. ആ റേഷ്യോ കൂടുതലാണെങ്കിൽ എന്താണ് മീൻ ചെയ്യുന്നത്? പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വഴി പോകാൻ എടുക്കുന്ന ടൈം കൂടുതലാണ് എന്നല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ, ആ റേഷ്യോ കൂടുതലുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും നമ്മൾ പ്രൈവറ്റ് കാറായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ അട്രാക്റ്റീവ്നെസ്സിനെയാണ്. ഈ റേഷ്യോ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യില്ല. ഇത് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ അട്രാക്റ്റീവ്നെസ് അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് എത്രത്തോളം ഉണ്ടാവണം എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ട്രാവൽ ടൈം റേഷ്യോ. ഇനി പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാവൽ ടൈമിനെ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. ദ ടൈം സ്പെൻഡ് വാക്കിംഗ് ടു പബ്ലിക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ അറ്റ് ഒറിജിൻ, ടൈം സ്പെൻഡ് ഫോർ വെയിറ്റിംഗ് ഫോർ പബ്ലിക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, ടൈം സ്പെൻഡ് ഇൻ പബ്ലിക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, ടൈം സ്പെൻഡ് ഇൻ ട്രാൻസ്ഫർ ഫ്രം വൺ പബ്ലിക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ടു അനദർ, ടൈം സ്പെൻഡ് വാക്കിംഗ് ഫ്രം പബ്ലിക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ടു ഡെസ്റ്റിനേഷൻ. ഇത്രയും കാര്യങ്ങൾ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ആ ടൈമിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി അതേസമയം ട്രാവൽ ടൈം ബൈ പ്രൈവറ്റ് കാർ ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ സമയം ട്രാവൽ ടൈമിൽ വിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടൈം സ്പെൻഡ് ഇൻ ഡ്രൈവിംഗ് ദ കാർ, ടൈം സ്പെൻഡ് ഇൻ പാർക്കിംഗ് അറ്റ് ഡെസ്റ്റിനേഷൻ, ടൈം സ്പെൻഡ് ഇൻ വാക്കിംഗ് ഫ്രം പാർക്ക്ഡ് വെഹിക്കിൾ ടു ഡെസ്റ്റിനേഷൻ. അത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം എല്ലായ്പ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനായിരിക്കും ടൈം കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും ഈ റേഷ്യോ 1 വലുതായിരിക്കും. പക്ഷെ അത് ഒരുപാട് വലുതാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ഒരുപാട് ടൈം കൂടുതലായിട്ട് വേണം. ആ സമയത്ത് നമ്മൾ ഒരിക്കലും പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യില്ല. പകരം പ്രൈവറ്റ് കാറായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്തതായിട്ട് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനും അതുപോലെ തന്നെ പ്രൈവറ്റ് കാർസ് യൂസ് ചെയ്യുമ്പോഴുമുള്ള കോസ്റ്റ് വെച്ചിട്ട് അതിൻ്റെ ഇൻഡിക്കേഷനായിട്ടുള്ള ഒരു പാരാമീറ്ററാണ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ആണ്. ദാറ്റ് ഈസ് ട്രാവൽ കോസ്റ്റ് റേഷ്യോ. It is the ratio of cost of travel by public transport system and cost of travel by car, that is private car. അതായത് അതിൻ്റെ രണ്ടിൻ്റെയും കോസ്റ്റുകൾ തമ്മിലുള്ള ഒരു റേഷ്യോ. അതായത് എക്കണോമിക് ബേസിസിൽ ഏതാണ് കൂടുതൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ഏതർ ദിസ് ഈസ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓർ പ്രൈവറ്റ് കാർ സിസ്റ്റം എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ട്രാവൽ കോസ്റ്റ് റേഷ്യോ. നെക്സ്റ്റ്, ഇതിലൊന്നും പെടാതെ മറ്റു കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ കംഫേർട്ട്, കൺവീനിയൻസ്, പ്രസ്റ്റീജ്, അത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കംഫേർട്ടും കൺവീനിയൻസും ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും നമ്മുടെ സ്വന്തം വണ്ടി, അതായത് പ്രൈവറ്റ് കാർ തന്നെ ആയിരിക്കും. പിന്നെ പ്രസ്റ്റീജ് നോക്കുന്നവരുണ്ട്. പ്രസ്റ്റീജ് നോക്കിയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാണ്ട് എത്ര ദൂരം കൂടിയ സ്ഥലമാണെന്നുണ്ടെങ്കിലും കാറിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോകുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. കാരണം ഏത് മോഡ് നമ്മൾ സെലക്ട് ചെയ്യണം, ഏതാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന മോഡ് എന്നുള്ളത് ഇത്രയും കാര്യങ്ങളെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ പറയുന്നത് സേഫ്റ്റി നമ്മൾ നോക്കാറുണ്ട്. ഏതാണ് കൂടുതലായിട്ടും സേഫ് ആയിട്ടുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ മെയിൻ പ്രോബ്ലംസ് വെയിറ്റിംഗ്, ട്രാൻസ്ഫറിങ്, ഓവർ ക്രൗഡിങ്, സ്റ്റാൻഡിങ്, ലോങ് വാക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ അൺഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് നമ്മളൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മോഡൽ സ്പ്ലിറ്റ് അപ്രോച്ചസ്. നമ്മൾ പറഞ്ഞു മോഡ്സിനെ സ്പ്ലിറ്റ് ചെയ്യാം. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണോ പ്രൈവറ്റ് കാർ സിസ്റ്റം ആണോ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് മോഡ് ഓഫ് ട്രിപ്പ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് ഒരു ട്രാൻസ്പോർട്ട് പ്ലാനിങ് പ്രോസസ്സിൻ്റെ 2 സ്റ്റെപ്പുകളിൽ അല്ലെങ്കിൽ 2 ഇടങ്ങളിലായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഈ മോഡൽ സ്പ്ലിറ്റിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രിപ്പ് ആൻഡ് മോഡൽ സ്പ്ലിറ്റ് ആൻഡ് ട്രിപ്പ് ഇൻ്റർചേഞ്ച് മോഡൽ സ്പ്ലിറ്റ്.
അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ട്രിപ്പ് ആൻഡ് മോഡൽ സ്പ്ലിറ്റ്. അതിൻ്റെ തന്നെ മറ്റൊരു പേരാണ് പ്രീ ഡിസ്ട്രിബ്യൂഷൻ മോഡൽ സ്പ്ലിറ്റ്. ഇൻ ദിസ് ദ മോഡൽ സ്പ്ലിറ്റ് ഈസ് കൺസിഡേർഡ് പ്രയർ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ്. അതായത് ട്രിപ്പ് ആൻഡ് മോഡൽ സ്പ്ലിറ്റ് എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ചിൽ മോഡൽ സ്പ്ലിറ്റ് കൺസിഡർ ചെയ്യുന്നത് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജിൻ്റെ മുന്നേ ആയിരിക്കും. അതായത് ട്രിപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനേക്കാളും പ്രയർ ആയിട്ടായിരിക്കും മോഡൽ സ്പ്ലിറ്റ് എന്നുള്ള അപ്രോച്ച് ഉണ്ടായിരിക്കുക. അതായത് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ്റെ മുന്നേ തന്നെ മോഡ്സ് ഏത് മോഡിലേക്കാണെന്നുള്ളത് ട്രിപ്പുകൾ ഓരോ മോഡിലേക്കും പബ്ലിക്കിലേക്കും പ്രൈവറ്റ് വെഹിക്കിൾസിലേക്കുമുള്ള ട്രിപ്പുകൾ സ്പ്ലിറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരിക്കും. അതിന് ശേഷമാണ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജിലേക്ക് കടക്കുന്നത്. അതിന് ശേഷമാണ് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് അപ്രോച്ച് എന്താണെന്ന് നോക്കാം. ട്രിപ്പ് ഇൻ്റർചേഞ്ച് മോഡൽ സ്പ്ലിറ്റ്. ഇതിനെ നമ്മൾ മറ്റൊരു പേരും കൂടി പറയുന്നുണ്ട്, പോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മോഡൽ സ്പ്ലിറ്റ്. ആ നെയിമിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മോഡൽ സ്പ്ലിറ്റ് നടക്കുന്നത്. അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തതിന് ശേഷമാണ് ഏത് മോഡ്സിലേക്കാണ് പോകേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ മോഡ്സാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുന്നത്. അതാണ് രണ്ട് രീതിയിലുള്ള അപ്രോച്ചസ് യൂസ്ഡ് ഇൻ മോഡൽ സ്പ്ലിറ്റ്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് കാണാം. ഇത് ഫസ്റ്റ് വൺ ട്രിപ്പ് ആൻഡ് ടൈപ്പിൻ്റെ ആണ്. രണ്ടാമത്തത് ട്രിപ്പ് ഇൻ്റർചേഞ്ച് ടൈപ്പിൻ്റെ ആണ്. അതായത് മോഡൽ സ്പ്ലിറ്റിൻ്റെ തന്നെ ഫസ്റ്റ് അപ്രോച്ചാണ് ട്രിപ്പ് ആൻഡ്, സെക്കൻഡ് അപ്രോച്ചാണ് ട്രിപ്പ് ഇൻ്റർചേഞ്ച്. അതിൽ ഫസ്റ്റ് അപ്രോച്ചിൽ നമുക്ക് നോക്കാം, ലാൻഡ് യൂസും ട്രിപ്പ് ജനറേഷനും കഴിഞ്ഞ് നേരെ മോഡൽ സ്പ്ലിറ്റ് മോഡൽ. അതായത് അവിടെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ അവിടെ മോഡൽ സ്പ്ലിറ്റിംഗ് നടന്നു. പിന്നെ ട്രിപ്പ് ആൻഡ് ബൈ മോഡ്, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മോഡൽ, പിന്നെ ഓഡി വോളിയം ബൈ മോഡൽ. ഇനി രണ്ടാമത്തെ ട്രിപ്പ് ഇൻ്റർചേഞ്ചിലാണെന്ന് നോക്കൂ. ലാൻഡ് യൂസും ട്രിപ്പ് ജനറേഷനും കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് തന്നെ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മോഡലാണ്. അവിടെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. പിന്നെ ഓഡി വോളിയൂംസ് കഴിഞ്ഞിട്ടാണ് മോഡൽ സ്പ്ലിറ്റ്. ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷനും കഴിഞ്ഞ് ഓഡി വോളിയൂംസും കഴിഞ്ഞതിന് ശേഷമാണ് മോഡൽ സ്പ്ലിറ്റ് മോഡൽ അല്ലെങ്കിൽ മോഡൽ സ്പ്ലിറ്റ് നടക്കുന്നത്. പിന്നെ ഓഡി വോളിയം ബൈ മോഡ്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് ഓർത്ത് വയ്ക്കാം. ആദ്യം ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, പിന്നെ മോഡൽ സ്പ്ലിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ട്രിപ്പ് ഇൻ്റർചേഞ്ച്. ആദ്യം തന്നെ മോഡൽ സ്പ്ലിറ്റ്, പിന്നെ ആഫ്റ്റർ ദാറ്റ് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതാണ് ട്രിപ്പ് ആൻഡ്. ഇനി നമുക്ക് ഈ രണ്ട് അപ്രോച്ചസും, അതായത് മോഡൽ സ്പ്ലിറ്റിൻ്റെ ട്രിപ്പ് ആൻഡ് മോഡൽ സ്പ്ലിറ്റും അതുപോലെ തന്നെ ട്രിപ്പ് ഇൻ്റർചേഞ്ച് മോഡൽ സ്പ്ലിറ്റും എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ട്രിപ്പ് ആൻഡ് മോഡൽ സ്പ്ലിറ്റ്. അത് നമ്മൾ പറഞ്ഞു, ട്രിപ്പ് ജനറേഷൻ്റെ മുന്നേ തന്നെ മോഡൽ സ്പ്ലിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അപ്രോച്ചാണ് ട്രിപ്പ് ആൻഡ് മോഡൽ സ്പ്ലിറ്റ്. അതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ഏത് സ്റ്റേജിൽ അല്ലെങ്കിൽ ഏത് പോയിന്റിൽ ക്യാരി ഔട്ട് ചെയ്യും എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ട്രിപ്പ് ആൻഡ് മോഡൽ സ്പ്ലിറ്റിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ അറ്റ് ദ ട്രിപ്പ് ജനറേഷൻ സ്റ്റേജ് ഇറ്റ് സെൽഫ്. അതായത് രണ്ട് അപ്രോച്ചും, അതായത് ട്രിപ്പ് എൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ്റെ മുന്നേ ആണെന്ന് നിങ്ങൾക്കറിയാം. ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ്റെ മുന്നേ തന്നെ, അതായത് ട്രിപ്പ് ജനറേഷൻ സ്റ്റേജിൽ തന്നെ ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്ന അതേ സ്റ്റേജിൽ തന്നെ മോഡൽ സ്പ്ലിറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ടൈപ്പ് ഓഫ് ട്രിപ്പ് ആൻഡ് മോഡൽ സ്പ്ലിറ്റ് ആണ്. ഇനി ട്രിപ്പ് ജനറേഷന് ശേഷം എന്നാൽ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷന് മുൻപ്, അതായത് ഇൻ ബിറ്റ്വീൻ, അതിന് ഇടയിൽ വച്ചിട്ട് ഏതെങ്കിലും സ്റ്റേജിൽ മോഡൽ സ്പ്ലിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ അപ്രോച്ചാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ട്രിപ്പ് ആൻഡ് മോഡൽ സ്പ്ലിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷന് മുന്നേ തന്നെയാണ് മോഡൽ സ്പ്ലിറ്റ് നടക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ജനറലായിട്ട്. ഇനി ഈ മുൻപ്, അതായത് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷന് മുൻപ് തന്നെ വേറെ സ്റ്റേജിൽ, ഒന്നാമത്തത് ട്രിപ്പ് ജനറേഷൻ്റെ ടൈമിൽ തന്നെ മോഡൽ സ്പ്ലിറ്റും കൂടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ട്രിപ്പ് ആൻഡ് മോഡൽ സ്പ്ലിറ്റിൻ്റെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. ഇനി ട്രിപ്പ് ജനറേഷൻ സ്റ്റേജിൽ നടക്കുന്നില്ല, ട്രിപ്പ് ജനറേഷൻ സ്റ്റേജിന് ശേഷമാണ്, എന്നാൽ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജിന് മുൻപുമാണ്, അതിനിടയിലുള്ള ഏതോ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ് മോഡൽ സ്പ്ലിറ്റ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ട്രിപ്പ് ആൻഡ് മോഡൽ സ്പ്ലിറ്റിൻ്റെ രണ്ടാമത്തെ അപ്രോച്ച്. അപ്പോൾ ദ പ്രീ ഡിസ്ട്രിബ്യൂഷൻ മോഡൽ സ്പ്ലിറ്റ് അല്ലെങ്കിൽ ട്രിപ്പ് ആൻഡ് മോഡൽ സ്പ്ലിറ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഇൻ 2 ways, ദാറ്റ് ആർ അറ്റ് ദ ട്രിപ്പ് ജനറേഷൻ സ്റ്റേജ് ഇറ്റ് സെൽഫ് ഓർ അറ്റ് ആഫ്റ്റർ ട്രിപ്പ് ജനറേഷൻ ബട്ട് ബിഫോർ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ആ ഓരോന്നും അതിൻ്റെ പ്രത്യേകതകളും നോക്കാം.
First approach at the trip generation stage itself. If model split is considered at the trip generation stage itself, it is necessary to derive multiple linear regression equation for each mode of transport. അതായത് ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഓരോ ട്രിപ്പിനും ആവശ്യമായിട്ടുള്ള മോഡ്, ഏതർ ദിസ് ഈസ് ത്രൂ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓർ പ്രൈവറ്റ് കാർ എന്നുള്ളത് ആ സമയത്ത് തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മോഡിനും നമുക്ക് ലീനിയർ റിഗ്രഷൻ ഇക്വേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദിസ് മെത്തേഡ് റിഫ്ലെക്ട്സ് ഡിഫറെൻറ്റ് ട്രിപ്പ് ജനറേഷൻ പാറ്റേൺസ് ഫോർ ഡിഫറെൻറ്റ് ട്രിപ്പ് പേർപ്പസസ് ആൻഡ് മോഡ്സ്. അതായത് ഈ മെത്തേഡ് വഴി നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മെത്തേഡ് ഡിഫറെൻറ്റ് ട്രിപ്പ് ജനറേഷൻ പാറ്റേൺസിനെ റിഫ്ലക്റ്റ് ചെയ്യും. അതായത് ഓരോ പേർപ്പസ് അനുസരിച്ചും ട്രിപ്പ് ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പേർപ്പസ് നമുക്കറിയാൻ പറ്റും. ആ പേർപ്പസ് അനുസരിച്ച് അപ്പം തന്നെ മോഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, ഏത് മോഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ മോഡ്സിനനുസരിച്ചും പേർപ്പസിനനുസരിച്ചും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രിപ്പ് ജനറേഷൻ പാറ്റേൺസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡിന് ട്രിപ്പ് ജനറേഷൻ പാറ്റേൺസിനെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രിപ്പ് ജനറേഷൻ ഫാക്ടേഴ്സിനെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഇറ്റ് മോർ റിഫ്ലക്ട്സ് ദ പാറ്റേൺ ഓഫ് ട്രിപ്പ് ജനറേഷൻ. It fails to take into account future changes in the public transport system, improvements in the highway system, and the restraint on the use of private car by economic means. അതായത് ഇത് ട്രിപ്പ് ജനറേഷൻ്റെ ടൈമിൽ തന്നെ മോഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഇതിൻ്റെ അകത്ത് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ചേഞ്ചുകളോ അല്ലെങ്കിൽ ഹൈവേ സിസ്റ്റത്തിൻ്റെ ഇംപ്രൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ ഇതിൽ നമ്മുടെ എക്കണോമിക് മീൻസ് അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റാറ്റസ്, ഒരാൾക്ക് പ്രൈവറ്റ് കാർ ഉണ്ടോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും, അതായത് അല്ലെങ്കിൽ ഈ ഫ്യൂച്ചറിൽ അദ്ദേഹം കാറ് യൂസ് ചെയ്യാമോ, അദ്ദേഹം വാങ്ങിക്കോ, അങ്ങനത്തെ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു കാര്യങ്ങളോ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ചേഞ്ചുകളോ അല്ലെങ്കിൽ ഹൈവേക്ക് ഉണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റുകളോ അല്ലെങ്കിൽ എക്കണോമിക് മീൻസോ ഒന്നും ഇതിൻ്റെ അകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. ഇനി അടുത്ത അപ്രോച്ച് ആയിരുന്നു ആഫ്റ്റർ ട്രിപ്പ് ജനറേഷൻ ബട്ട് ബിഫോർ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. ഇഫ് മോഡൽ സ്പ്ലിറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ആഫ്റ്റർ ജനറേഷൻ ബട്ട് ബിഫോർ ഡിസ്ട്രിബ്യൂഷൻ, the trip generation are calculated on the assumption that the mode of travel has no influence on trip generation. അതായത് ഇവിടെ പറയുന്നത്, ഇവിടെ ട്രിപ്പ് ജനറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് മോഡൽ സ്പ്ലിറ്റ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു അസംഷൻ എടുക്കുന്നുണ്ട്. അതായത് ട്രിപ്പിൻ്റെ ജനറേഷൻ്റെ അകത്ത് ഈ മോഡ്സ്, ഏത് മോഡ്സ് വഴിയാണ് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു ഇൻഫ്ലുവൻസും ഇല്ല എന്നുള്ള അസംഷൻ ഈ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്ച്വലി അത് തെറ്റാണ്. നമ്മളൊരു ട്രിപ്പ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതിൽ മോഡ്സ്, ഏത് മോഡാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളതിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും നമ്മൾ ട്രിപ്പ് ജനറേഷൻ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിനെ ട്രിപ്പ് ജനറേഷൻ്റെ അകത്ത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിന് ഇൻഫ്ലുവൻസ് ഇല്ല എന്നുള്ളൊരു അസംഷനാണ് എടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. പിന്നെ അടുത്തത് പറയുന്നത്, ആഫ്റ്റർ ഡിറ്റർമിനിങ് ദ ടോട്ടൽ ട്രിപ്സ്, ദീസ് ട്രിപ്സ് ആർ അലോക്കേറ്റഡ് ടു ദ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് പ്രൈവറ്റ് കാർ ബൈ കൺസിഡറിങ് ദ റിലേറ്റീവ് അട്രാക്റ്റീവ്നെസ് ഓഫ് ഈച്ച് മോഡ്. ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ട്രിപ്പ് ജനറേറ്റഡ് എടുക്കുന്നുണ്ട്, എന്നിട്ട് അതിനെ പേർപ്പസ് അനുസരിച്ച് അത് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനോടാണോ അട്രാക്റ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് കാർസിനോടാണോ അട്രാക്റ്റഡ് എന്ന് നോക്കിയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ദൂരമുണ്ട് അല്ലെങ്കിൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആണെന്നുണ്ടെങ്കിൽ അത്തരം ട്രിപ്പുകളെ നമ്മൾ എന്ത് ചെയ്യും, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഇനി അങ്ങനെയെല്ലാം കംഫേർട്ട് അല്ലെങ്കിൽ സേഫ്റ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കാർസിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ആ രീതിയിൽ ടോട്ടൽ ട്രിപ്പ് ജനറേറ്റഡിനെ ഡിഫറെൻറ്റ് മോഡ്സിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദെൻ ക്യാരിഡ് ഔട്ട്. അതായത് ഇങ്ങനെ അലോക്കേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് രണ്ട് ടൈപ്സ് ഓഫ് ട്രിപ്പ് എൻഡ് മോഡൽ സ്പ്ലിറ്റിൽ വരുന്നത്. രണ്ട് ട്രിപ്പ് എൻഡ് മോഡൽ സ്പ്ലിറ്റിലെ രണ്ട് അപ്രോച്ചസ് ആണ് ഇത് രണ്ടും.
ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് പ്രീ ഡിസ്ട്രിബ്യൂഷൻ മോഡൽ സ്പ്ലിറ്റ് അല്ലെങ്കിൽ ട്രിപ്പ് ആൻഡ് മോഡൽ സ്പ്ലിറ്റ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ മെത്തേഡ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. They are less difficult and less costly as compared to post distribution methods. നമ്മൾ ഡിസ്ട്രിബ്യൂഷന് മുന്നേ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ കോംപ്ലക്സിറ്റി വളരെ കുറവാണ്. അതായത് അത് കുറച്ചുകൂടി ഈസിയാണ്, അതുപോലെ തന്നെ ലെസ് കോസ്റ്റ്ലി ആണ്. The possibility of separate public transport and private car distribution afforded by this method is a desirable feature because of differing trip lengths by car and public transport. അതായത് സെപ്പറേറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് ആൻഡ് പ്രൈവറ്റ് കാർ ഡിസ്ട്രിബ്യൂഷൻ്റെ അത് അഫോർഡബിൾ ആണോ അല്ലെങ്കിൽ അതിന് ഡിസൈറബിൾ ഫീച്ചേഴ്സിനെ ഒക്കെ അതിൻ്റെയൊക്കെ കൂടുതലായിട്ടുള്ള പോസിബിലിറ്റീസ് ഇതിൻ്റെ അകത്ത് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നുണ്ട്. This method reflects factors such as income, car ownership, family structure, employment, which are the characters affecting trip generation. ഇതിൻ്റെ അകത്ത് നമ്മൾ മോഡൽ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻകം, കാർ ഓണർഷിപ്പ്, ഫാമിലി സ്ട്രക്ചർ, അങ്ങനത്തെ ഒരുപാട് സോഷ്യോ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സിനെ ഈ ഒരു മെത്തേഡിൻ്റെ അകത്ത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്നുള്ളതാണ്. Since these methods are strongly welded to existing and historical levels of public transport service, they are inappropriate to studies involving planning and improvements to public transport system. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മെത്തേഡിൻ്റെ അകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് കറൻ്റ്ലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് വെഹിക്കിൾ സർവീസിൻ്റെയും അതുപോലെ തന്നെ ആ ഹൈവേ കണ്ടീഷൻസും എക്കണോമിക് കണ്ടീഷൻസും ഒക്കെയാണ്. ഇതിന് ഒരിക്കലും ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ടൈപ്പ് ഓഫ് ഒരു ഹൈവേയുടെ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റീസും ക്യാരക്ടറിസ്റ്റിക്സും ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതിൻ്റെ മേജറായിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ characteristics of transport system are fed on an average area-wide basis. As such, this procedure fails to reflect the particular zone-to-zone combination as precisely as trip interchange models. It does not consider the trip generation factors fully. ട്രിപ്പ് ജനറേഷൻ ഫാക്ടേഴ്സിന് എല്ലാം തന്നെ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ട്രിപ്പ് ആൻഡ് മോഡൽ സ്പ്ലിറ്റിലെ ഫസ്റ്റ് മെത്തേഡായിട്ടുള്ള ട്രിപ്പ് ജനറേഷൻ സ്റ്റേജിൽ തന്നെ ട്രിപ്പ് മോഡൽ സ്പ്ലിറ്റ് കൊടുക്കുന്ന മെത്തേഡിലൊന്നും ഒരിക്കലും നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, അതല്ല, രണ്ടാമത്തെ മെത്തേഡായിരുന്നു. അതായത് ആഫ്റ്റർ ട്രിപ്പ് ജനറേഷൻ ആൻഡ് ബിഫോർ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള അപ്രോച്ച് ഉണ്ടായിരുന്നല്ലോ, സെക്കൻഡ് അപ്രോച്ച്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരിക്കലും ട്രിപ്പിൻ്റെ ജനറേഷനിൽ മോഡ്സിന് ഒരു ഇൻഫ്ലുവൻസ് ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പ് ജനറേഷന് കൺസിഡർ ചെയ്യപ്പെടേണ്ട എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യാതെയാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. It is insensitive to future developments in interzonal travel. അതായത് ഇന്റർസോണൽ ട്രാവൽ, ഒരു സോണിൽ നിന്ന് മറ്റൊരു സോണിലേക്ക് ട്രാവൽ നടക്കുമ്പോഴുള്ള ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്സ്, അവിടെ ഉണ്ടാകുന്ന ട്രാഫിക് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഹൈവേസിൻ്റെ ഒന്നും ഡെവലപ്മെൻറ്റുകളോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവാൻ പോകുന്ന ചേഞ്ചുകളോ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ ഇൻസെൻസിറ്റീവ് ആണ്. അതായത് അതിനെക്കുറിച്ചൊന്നും സെൻസ് ചെയ്യാത്ത രീതിയിലാണ് ഈ ഒരു മെത്തേഡ് പ്രപ്പോസ് ചെയ്യപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ട്രിപ്പ് ഇൻ്റർചേഞ്ച് മോഡൽസ് ആണ്. ഇൻ ദിസ് അപ്രോച്ച് മോഡൽ സ്പ്ലിറ്റ് ഈസ് പ്രിഫേർഡ് ആഫ്റ്റർ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പറഞ്ഞു ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തതിന് ശേഷമാണ് ഇവിടെ മോഡൽ സ്പ്ലിറ്റ് നടക്കുന്നത്. ദ ഇൻ്റർസോണൽ ട്രിപ്പ് ഒബ്റ്റെയിൻഡ് ബൈ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ട്രിപ്സ് ആർ ഫസ്റ്റ് നോട്ടഡ്. അതായത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ട്രിപ്സ്, പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് വഴിയുള്ള ഇൻ്റർസോണൽ ട്രിപ്സ് ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കും. ഇൻ ദിസ് പ്രൊസീജിയർ ദ സോൺ ടു സോൺ ഹോം ബേസ്ഡ് ട്രിപ്സ് ആർ നോൺ. അതും ഹോം ബേസ്ഡ് ട്രിപ്സും നമ്മൾ അറിഞ്ഞിരിക്കും. യൂസിങ് ദിസ് ആസ് ഇൻപുട്ട് ദ സോൺ ടു സോൺ പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രാവലേഴ്സ് ഈസ് ഡിറ്റർമൈൻഡ്.
അതിനനുസരിച്ച് ഓരോ സോണിൽ നിന്ന് മറ്റൊരു സോണിലേക്കുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രാവലേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കും. ബൈ സബ്സ്ട്രാക്ടിങ് ദ സോൺ ടു സോൺ പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രിപ്സ് ഫ്രം ദ ടോട്ടൽ സോൺ ടു സോൺ പേഴ്സണൽ ട്രിപ്സ്, ദ പേഴ്സൺസ് ട്രിപ്സ് മെയ്ഡ് ബൈ മോട്ടോർ വെഹിക്കിൾസ് ആർ ഡിറൈവ്ഡ്. അതായത് ടോട്ടൽ ഓരോ സോൺ ടു സോണിലേക്കുള്ള ട്രിപ്സ്, ഒരു പേഴ്സൻ്റെ ട്രിപ്സ് മൊത്തം നമ്മൾ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ സോൺ ടു സോൺ പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രാവലേഴ്സിൻ്റെ ട്രിപ്സും കൂടി നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ആദ്യത്തെ, അതായത് ടോട്ടലിൽ നിന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴിയുള്ള ട്രിപ്സ് സബ്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൈവറ്റ് വെഹിക്കിൾസ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾസ് വഴിയുള്ള ട്രിപ്സ് കണ്ടുപിടിക്കും. ആ രീതിയിലുള്ളൊരു അപ്രോച്ചാണ് ഇതിൻ്റെ അകത്ത് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ സിറ്റുവേഷൻസ് വേർ സീരിയസ് കൺസിഡറേഷൻ ഈസ് ഗിവൺ ടു പബ്ലിക് ട്രാൻസ്പോർട്ട് പ്ലാനിങ്. അതായത് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടും നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് കൂടുതൽ ഒരു അട്രാക്റ്റീവ്നെസ് അല്ലെങ്കിൽ അതിനൊരു കൂടുതൽ ഫേവറബിലിറ്റി തരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു മോഡൽ സ്പ്ലിറ്റ് നടക്കുന്നത്. അതായത് ഏതൊക്കെ ഒരു റീജിയണിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് പോസിബിലിറ്റി ഉണ്ടോ അത് മാക്സിമം കൊടുക്കാൻ നോക്കുന്ന രീതിയിൽ എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് പ്ലാനിങ്ങിന് ഒരു കൂടുതലായിട്ടുള്ളൊരു സീരിയസ് കൺസിഡറേഷൻ കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു മോഡൽ സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ച് ഇൻ മോഡൽ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ദ മെത്തേഡ് മേക്സ് ഇറ്റ് പോസിബിൾ ടു ഡെവലപ്പ് മോഡൽ സ്പ്ലിറ്റ് റിലേഷൻസ് ബേസ്ഡ് ഓൺ എ വൈഡ് റേഞ്ച് ഓഫ് ട്രാൻസ്പോർട്ട് സിസ്റ്റം വേരിയബിൾസ് ഇൻഫ്ലുവൻസിങ് മോഡൽ ചോയ്സ്. മോഡൽ ചോയ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വൈഡ് വെറൈറ്റി ഓഫ് വേരിയബിൾസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം വേരിയബിൾസ്, അത് തമ്മിലുള്ള റിലേഷൻസ് എല്ലാ പോസിബിലിറ്റീസും ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് മോഡൽ സ്പ്ലിറ്റ് ചെയ്യുന്നത്. The method considered private car and public transport usage on a zone-to-zone basis instead of zonal basis as in the pre-distribution method. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The trip interchange model is more complex, especially if the number of zones is large. നമ്മൾ പറഞ്ഞു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജിന് ശേഷം നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഡാറ്റാസ് അല്ലെങ്കിൽ ഒരുപാട് അനാലിസിസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആസ് കമ്പയർഡ് ടു ട്രിപ്പ് എൻഡ് മോഡൽ സിസ്റ്റം, ട്രിപ്പ് ഇൻ്റർചേഞ്ച് സിസ്റ്റം ഈസ് മോർ കോംപ്ലെക്സ് and if the number of zones are very large, the complexity will be again increased. The total person trip distribution is carried out before any model choice is considered. This ignores the differing length of journey by car and different and public transport. ഇതിൻ്റെ അകത്ത് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് മോഡൽ സ്പ്ലിറ്റിന് മുന്നെയാണ്. അതായത് മോഡൽ സ്പ്ലിറ്റിന് മുൻപേ തന്നെ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരിക്കലും ലെങ്ത് ഓഫ് ദ ജേണി, ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് വഴിയാണോ ലെങ്ത് ഓഫ് ദ ജേണി കൂടുന്നത് അല്ലെങ്കിൽ പ്രൈവറ്റ് കാർ വഴിയാണോ ലെങ്ത് ഓഫ് ദ ജേണി കൂടുന്നത് എന്നുള്ള ആ ഒരു പാരാമീറ്ററിനെ ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ് മോഡ് തന്നെ, ഏത് മോഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ പ്രൈവറ്റ് കാർ യൂസ് ചെയ്യണോ എന്നുള്ളത് അതിന് ശേഷമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരിക്കലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വഴിയുള്ള ട്രിപ്പിൻ്റെ ലെങ്ത്തും അല്ലെങ്കിൽ പ്രൈവറ്റ് കാർ വഴിയുള്ള ട്രിപ്പിൻ്റെ ലെങ്ത്തും ഒരിക്കലും കൺസിഡർ ചെയ്യുന്നില്ല. ആദ്യം തന്നെ ഡിസ്ട്രിബ്യൂഷൻ മോഡ്, ആദ്യം തന്നെ ട്രിപ്പ് ഇന്ന ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് മോഡ്സ് ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലെങ്ത് ഓഫ് ദ ജേണി ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. അത് അതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. ഇത്രയാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ 4th മൊഡ്യൂള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 5th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു.